ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് വാഴപ്പൂ വെച്ചിട്ട് ഒരു പക്കോട ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ വാഴപ്പൂവൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഒരല്പം മതിയാവേ. ഇതിൽ വാഴപ്പൂവിൽ നമ്മൾ കട്ടിയുള്ള ഈ ഒരു ഞരമ്പ് പോലത്തെ സാധനം എല്ലാത്തൊന്നും എടുത്ത് മാറ്റണം കേട്ടോ. ഞാനൊന്ന് എടുത്ത് മാറ്റട്ടെ. നമ്മുടെ വാഴപ്പൂവൊക്കെ നല്ലതുപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ടേ. ക്ലീനാക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചത് ഇവിടെ അതിൻ്റെ പൂവിൻ്റെ നടുവിൽ കാണുന്ന നല്ല കട്ടിയുള്ള ഈ ഞരമ്പ് പോലത്തെ ഈ സാധനം തേനി നിൽക്കണ ആ ഒരു സാധനം. ഇത് പ്ലാസ്റ്റിക് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വേഗവുമില്ല. കത്തി കൊണ്ട് മുറിച്ചാലും പെട്ടെന്നൊന്നും മുറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിതങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടേ. ഇതൊന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരല്പം കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മതിയാവും, നമ്മൾ വളരെ കുറച്ചാണ് ചെയ്യുന്നത്, അപ്പോൾ ഇത് മതിയാവുക. ഇനി ഇതിലോട്ട് അതേ സെയിം അളവിൽ തന്നെ ഞാൻ അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് എത്ര എരിവാണോ വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് എരിവ് കൂടുതൽ വേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരൽപ്പം ഗരം മസാല, പാകത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 2 മല്ലിത്തഴ, ഒരു കൊത്ത് കറിവേപ്പില, ഒരു തണ്ട് പുതിനയില. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പം ഇതിൻ്റെ ഫ്ലേവർ ഇവിടെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരൽപ്പം ചേർത്തുന്നുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് തിക്കിൽ വേണ്ടതുകൊണ്ട് ഞാൻ കുറേശ്ശെയാണ് കേട്ടോ വെള്ളം ഒഴിക്കുന്നത്. പാകത്തിന് നോക്കിയിട്ടാണ് ഒഴിക്കുന്നത്. ഒരല്പം കൂടെ വെള്ളം വേണം. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വാഴപ്പൂവും കൂടെ ചേർത്ത് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന വാഴപ്പൂവ് ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ എരിവും ഉപ്പുമൊക്കെ നല്ലതുപോലെ പൂവിലേക്ക് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആകൃതിയിൽ, ഷേപ്പിൽ, നിങ്ങൾക്ക് ഏത് രീതിക്കാണോ വേണ്ടത് ആ രീതിയിൽ നല്ലപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. തീ അധികം കത്തണ്ട കേട്ടോ. ഇത് കുറച്ച് വേവുള്ളത് കൊണ്ട് ലോ ഫ്ലെയിമിൽ, ഞാൻ അടുപ്പിലാടെ കമ്മിയായിട്ട് തീ കത്തിച്ചാൽ മതി, നല്ലതുപോലെ കത്തണ്ട. ഞാനിവിടെ ഒരു കൈ കൊണ്ട് ഫോണ് പിടിച്ചിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഈ ഒരു അളവിൽ നമുക്ക്
കോരിയെടുക്കാവേ. നല്ല ക്രിസ്പി ആയിന്. ഇതേ അപ്പോൾ നമ്മുടെ ക്രിസ്പിയും ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള വാഴപ്പൂ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കേ.